5 പതിറ്റാണ്ട് കാലത്തെ അനിശ്ചിതത്വത്തിനും ഭൂമി തർക്കങ്ങൾക്കും ഒടുവിൽ പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്കും വീടൊരുങ്ങുന്നു. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ 7 കുടുംബങ്ങളും നിലവിലെ വീടുകളിൽ തുടരും. അരനൂറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന ഭൂമി തർക്കത്തിനാണ് മലയിടംതുരുത്തിൽ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ഏറെ ചർച്ചകൾക്കും നിയമപരമായ നടപടികൾക്കുമൊടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളാണ് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിച്ചു നൽകുക. പറഞ്ഞ സമയത്തിനു മുൻപ് തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. നമ്മൾ ആ പറഞ്ഞ സമയത്തിന് നേരത്തെ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. 5 സെന്റ് സ്ഥലം വീതം ഓരോ കുടുംബങ്ങൾക്കും വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറായതോടെയാണ് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകാതെ മലയിടംതുരുത്ത് ഭൂമിത്തർക്കം പരിഹരിക്കാൻ സാധിച്ചത്. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് വീടുകൾ ഒരുങ്ങുക. പുതിയ വീട് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഉന്നതിയിലെ കുടുംബങ്ങളും. ഇത്ര നാളത്തെ സമരത്തിൽ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ജനിച്ച മണ്ണാണ്. ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് ഇങ്ങനെ തീരുമാനത്തിൽ വന്നപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ. പിന്നെ ഞങ്ങൾ നൂറ്റാണ്ടുകളോളം കാലങ്ങൾ ജീവിച്ചതാണ്. ഞാൻ ജനിച്ച മണ്ണാണത്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയുള്ള പ്രവേശന വഴിയും ഭൂവുടമകളുടെ വസ്തുവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും നിർമ്മിക്കും. വലിയ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക, അതുതന്നെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പാരിയത്തുകാവ് ഇനി സമരഭൂമിയല്ല, വളരെ സമാധാനപരമായ ജീവിതത്തിലേക്ക് ഈ 7 കുടുംബങ്ങൾ കടക്കുകയാണ്. ക്യാമറാമാൻ ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.